നമ്മുടെ എല്ലാ ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മകളുടെയും നടുവിൽ നമുക്ക് മതിമറന്ന് സന്തോഷിക്കുവാൻ വേണ്ടിയാണ് ഓണം പോലുള്ള അവസരങ്ങൾ നമുക്കുള്ളത്. അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോഴത്തെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കൂടി നമുക്ക് വളരെ ഗൗരവമേറിയതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കും. നമ്മുടെ ഈ കൊറോണ രോഗബാധ മൂലമുള്ള പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇക്കൊല്ലത്തെ നമ്മുടെ ഓണാഘോഷം എല്ലാവരും ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്നത്. എങ്കിൽ പോലും നമുക്ക് ഈ എല്ലാവരും ഇല്ലാത്തവരും ഉള്ളവരും ഒരേപോലെ തന്നെ ഓണം കൊണ്ടാടണമെന്ന് പറയുന്നതിന്റെ ഒരു സന്ദേശം തന്നെ അത് തന്നെയാണ്. മാവേലിയുടെ സന്ദേശം അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഓണം നമുക്ക് ഈ കൊറോണയുടെ ഇടയിലാണെങ്കിൽ പോലും നമുക്ക് മതിമറന്ന് സന്തോഷിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ അത് എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്ന ഒരു നമ്മുടെ ഗ്രീറ്റിംഗ്സ്, ഓണം ഗ്രീറ്റിംഗ്സ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമ്മുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഒരു ഗ്രീറ്റിംഗ്സ് ആയിട്ട്, ഒരു ഓണം ഗ്രീറ്റിംഗ്സ് ആയിട്ട് നമ്മുടെ വാട്സാപ്പിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ നമുക്ക് സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി ചെയ്യേണ്ടത്, ഞാൻ വീഡിയോയുടെ കൂടെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അത് വളരെ ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്. അത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്കത് ആപ്ലിക്കേഷൻ ഒന്ന് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു പെർമിഷൻ, ഗാലറി പെർമിഷൻ മാത്രം കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഇവിടെ കുറേ ഫ്രെയിമുകൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഞാനിവിടെ ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഗാലറിയിലോ ക്യാമറയിൽ നിന്നോ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഗാലറി ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് ഗാലറി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് വെച്ചൊരു ഫോട്ടോ ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഞാനിതിപ്പോൾ അത് എടുക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ മറ്റൊരു ഫോട്ടോയും കൂടി ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഞാൻ ഗാലറി ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറിയിൽ നിന്ന് എടുക്കുന്നു. ഞാൻ എൻ്റെ ഒരു മോളുടെ ഒരു ഫോട്ടോ കൂടി ഒന്ന് എടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ എടുക്കാൻ പറ്റാതെ ഞാൻ സേവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അത് വെറുതെ ഞാൻ കാണിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. നമുക്കിത് സേവ് ചെയ്ത് ഇവിടെ ഇതുപോലെ ഇഷ്ടമുള്ള പോലെ നമുക്ക് ചരിച്ചോ തിരിച്ചോ ഒക്കെ വെക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം അയക്കാൻ വേണ്ടി നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമുക്ക് എടുക്കാം. അതെടുത്തിട്ട് ഞാൻ ടിക്ക് മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സേവ് ടു ഗാലറി, ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം. നമുക്ക് അതിലേക്ക് ഒന്ന് എടുക്കുകയാണെങ്കിൽ അത് ഇമേജ് ഗാലറിയിലേക്ക് സേവ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് എന്നിട്ട് അവിടെ നിന്ന് തന്നെ കണ്ട് വാട്സാപ്പിലേക്ക് നമുക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വാട്സാപ്പിലേക്കൊന്ന് നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ കോൺടാക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊന്ന് സെൻഡ് ചെയ്യുകയാണ്. കണ്ടോ? അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് മറ്റൊരെണ്ണം കൂടി നോക്കാം. അതിനുശേഷം നമുക്കിവിടെ ഹാപ്പി ഓണം വേറൊരെണ്ണം കൂടി എടുക്കാം. നമുക്ക് ഗാലറി എടുക്കുന്നു. നമുക്ക് അതിനു വേണ്ടി തയ്യാറാക്കിയ ഒരു ചിത്രമാണെങ്കിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഒരുവിധം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുകയും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. എല്ലാവർക്കും ഓണാശംസകളോടെ ജോൺ ബാസ്റ്റിൻ.